ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഇറച്ചി ചോറ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളായി മുറിച്ചതാണ്. ചെറിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ഏത് കളറായാലും കുഴപ്പമില്ല. കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. തക്കാളി, പിന്നെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ 2 പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും. ഇതെല്ലാം പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. 2 ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതും ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുന്തിരിങ്ങയും. ഇത് നല്ലതുപോലെ കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സവാള കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതും ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി റെഡിയാക്കി എടുക്കാം. 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സവാളയും ക്യാരറ്റും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരണം. 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഓവറായിട്ട് മൂത്ത് പോകരുത്. പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നതിനേക്കാൾ നല്ല മണമാണിത് വെക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കൂടെയാണ് നമ്മൾ അരിയും വേവിച്ചെടുക്കുന്നത്. ഇറച്ചിച്ചോറെന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അരി വേകാൻ ആവശ്യമുള്ള വെള്ളം നേരത്തെ തിളപ്പിച്ച് റെഡിയാക്കി വെക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം അടച്ചു വയ്ക്കാം. മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. നാല് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി നോക്കണം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്, കുറച്ചുകൂടി ചോറൊന്ന് സോഫ്റ്റായി വരാനുമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ ബിരിയാണി പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്